ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടാക്സി വാഹനങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. മാരുതിയുടെ തന്നെ എർട്ടിഗയുടെ ഏറ്റവും പുതിയ ടൂർ എമ്മോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ DCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിനിൽ സ്റ്റാർട്ട് ചെയ്യാം. എഞ്ചിൻ പറയുകയാണെങ്കിൽ 1500cc 4 സിലിണ്ടറാണ് ഇതിൻ്റെ എഞ്ചിൻ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ CNGയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, പെട്രോളും CNG വരുവാണെങ്കിൽ ഏകദേശം 26ഓളം കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. അതുപോലെ തന്നെ പെട്രോളിനും ഏകദേശം ഒരു 18-19 റേഞ്ചിലേക്ക് മൈലേജ് കിട്ടും. ഇതിൻ്റെ പവർ പറയുകയാണെങ്കിൽ പെട്രോളിലേക്ക് വരുമ്പോൾ 103 bhpയും അതുപോലെ തന്നെ ടോർക്ക് 138 Nm ടോർക്കും വരുന്നുണ്ട്. അത് നേരെ CNGയിലേക്ക് പോവുകയാണെങ്കിൽ 91 bhpയും അതുപോലെ തന്നെ 122 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ സ്പെക്കിലുള്ള പവർ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഇതിൽ തന്നെ പെട്രോൾ ഹൈബ്രിഡോ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ രൂപഭംഗിയിലേക്ക് നടക്കുകയാണെങ്കിൽ മുൻഭാഗത്തെ ഹെഡ് ലാംപ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ഹാലജൻ ടൈപ്പാണ് ബൾബ് കൊടുത്തിട്ടുള്ളത്, അതായത് മഞ്ഞ കളറാണ് ലൈറ്റ് വരുന്നത്. പിന്നെ മധ്യഭാഗത്ത് ഗ്രില്ലെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ആക്കാൻ വേണ്ടിയിട്ട് ഒരു സിൽവറിൻ്റെ ടച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഫോഗ് ലാമ്പിൻ്റെ പ്രൊവിഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. പിന്നെ മധ്യഭാഗത്ത് ഈ ഒരു പോർഷനിൽ ഈ നമ്മുടെ നമ്പർ പ്ലേറ്റ് ക്ലിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് മുൻഭാഗത്തെ കാര്യങ്ങളുള്ളത്. പിന്നെ വാഷേഴ്സ്, അതായത് നമ്മുടെ വൈപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ആൻറ്റിനെയും നമുക്ക് മുൻഭാഗത്ത് കാണാൻ പറ്റും. ഇനി നേരെ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 15 ഇഞ്ചാണ് വീല് വന്നിരിക്കുന്നത്. ഡ്രമ്മാണ് വന്നിട്ടുള്ളത്. ഇതിൽ വീൽ കപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇത് യാർഡിലെ വണ്ടി ആയതുകൊണ്ട് ഇത് ഡെലിവറി സമയത്ത് മാത്രമേ വീൽ കപ്പ് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. നേരെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ മിറർ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറർ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി കളർ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോഡി കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കീല സെൻറ്ററും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വശങ്ങളിലുള്ളത്. അപ്പോൾ പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൂർ എമ്മിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. സുസുക്കിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്രോൾ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു ലാബലും കൂടി വരും. പിന്നെ റിവേഴ്സ് സെൻസേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വണ്ടി, അതായത് ടൂർ എമ്മിൽ തന്നെ നമുക്ക് റിവേഴ്സ് സെൻസേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ റിഫ്ലക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡിക്കി സ്പേസ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ് വരുന്നത്. നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും ഇതിൽ ഡിക്കി സ്പേസ് ഇല്ലയെന്ന്. ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് CNG വണ്ടി ആയതുകൊണ്ട് CNGൻ്റെ ടാങ്ക് ഇവിടെയാണ് വരുന്നത്. 45 ലിറ്ററാണ് ഇതിൻ്റെ പെട്രോളിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതായത് സെക്കൻഡറി ഫ്യൂവൽ പെട്രോളാണ് ഇത് വരുന്നത്. ഫസ്റ്റ് ഫ്യൂവൽ CNG 60 ലിറ്ററും പെട്രോൾ 45 ലിറ്റേഴ്സും. പെട്രോൾ വണ്ടിയാണെങ്കിലും 45 ലിറ്റർ തന്നെയാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിക്കിൻ്റെ കാര്യങ്ങളിൽ. ചെറിയൊരു രീതിയിൽ മാത്രമേ നമുക്കിതിൽ CNGയിൽ ഡിക്കി അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടക്കാം. ഇനി നേരെ ഡോറിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഡോർ സിംഗിൾ കളറിലാണ് ഡോർ വന്നിട്ടുള്ളത്. ചെറിയൊരു ഗാർണിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കിനൊക്കെ ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ വന്നിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റും മിറർ ഫോൾഡിങ്ങും വന്നിട്ടുണ്ട് ഇതിൽ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ്, നല്ലൊരു സ്പീക്കറും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് സീറ്റ് വന്നിട്ടുള്ളത്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, ബാക്കിയുള്ള കൺട്രോൾസും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ട്രാക്ഷൻ ഓഫ് ചെയ്യേണ്ടതും പിന്നെ ഫ്യൂവൽ സ്വിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നിട്ട് സംസാരിക്കാം. അത്യാവശ്യം ക്വാളിറ്റി, ഡോർ അടക്കുമ്പോൾ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. നോർമലായിട്ടുള്ള കീ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിയറിങ്ങിന് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. മ്യൂസിക് സ്വിച്ച് ചെയ്യാനുള്ള കൺട്രോൾസും നെക്സ്റ്റും വോളിയം അപ്പ് ഡൗൺ മ്യൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 എയർ ബാഗ് വരുന്നൊരു വേർഷനാണിത്. ഇതിൽ 2 എയർ ബാഗ് വരുന്നുണ്ട്, പാസഞ്ചറും അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലും വരുന്നുണ്ട്. അതും ഇവിടെ SRS എയർ ബാഗ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സുസുക്കിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ വശങ്ങളിൽ കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ഹെഡ്ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നേരെ മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ വൈപ്പേഴ്സിൻ്റെ കൺട്രോളും കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഇതിൻ്റെ മിറർ ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. നമുക്കിത് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഡോർ തുറന്ന് വെച്ചിട്ടുണ്ട്. ആ ഡോർ നടക്കുക. ഇപ്പോൾ ഡോർ അടച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കീ ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. സുസുക്കിൻ്റെ ബാഡ്ജിങ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഫ്യൂവലും ആണ്. നമുക്ക് യാർഡിലുള്ള വണ്ടി ആയതുകൊണ്ട് ഫ്യൂവൽ കുറവാണ്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ക്ലച്ച് ഔട്ട് പിടിച്ച് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ സ്പീഡോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടോക്കോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്യൂവൽ CNG ഫ്യൂവലും പെട്രോളിൻ്റെ ഫ്യൂവലും ഇവിടെ രണ്ടും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഡിസ്പ്ലേയിൽ ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ പെട്രോളിലാണുള്ളത്. ഇത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിലേക്ക് മാറ്റാം. ഇതിൽ ഡിസ്പ്ലേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിനാണ് ഇതിൻ്റെ ഈ ഒരു ഇതിലുള്ളത്, അതായത് മീറ്റർ ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങളുള്ളത്. പിന്നെ ഈ രീതിയിൽ ഈ വശത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ AC വെൻ്റ് ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ ഒക്കെ വന്നിട്ടുണ്ട്. ഡാഷ്ബോർഡൊക്കെ നല്ല ക്വാളിറ്റി ഒക്കെ കിട്ടും. പിന്നെ ഈ രീതിയിൽ ചെറിയൊരു റേഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മറുവശത്തേക്ക് നോക്കുവാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഡിസൈനിങ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഗ്ലൗ ബോക്സ് നോക്കുവാണെങ്കിൽ ചെറിയൊരു ഗ്ലൗ ബോക്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പേപ്പേഴ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് AC സ്വിച്ചസും ഇതിന് മുന്നേ ഇത് പറയാം. ഇത് നമ്മുടെ ഹസാറിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ AC സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ AC ആണ് വന്നിരിക്കുന്നത്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുള്ളതല്ല, നോർമൽ AC ആണ് വന്നിട്ടുള്ളത്. നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 12 വോൾട്ട് 120 വാട്ട്സിൻ്റെ ഒരു ചാർജറും അതുപോലെ തന്നെ USB ഓക്സിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോകുകയാണെങ്കിൽ ഇത് ഇവിടെ കപ്പ് ഹോൾഡറിൽ AC ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. പിന്നെ നേരെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ 5 സ്പീഡാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. അതിൻ്റെ ഒരു ഗിയർ നോബ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ആംറസ്റ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെയും ഒരു ചാർജറിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. യാത്ര ചെയ്യുന്നവർക്ക് പിൻഭാഗത്ത് ഇരുന്ന് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഈ രീതിയിലാണ് ഇതിൻ്റെ സെൻട്രൽ കൺസോൾ വന്നിട്ടുള്ളത്. ഇനി നേരെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ മാനുവലി ഡിമ്മിങ് ആയിട്ടുള്ള ഒരു മിറർ വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ വാനിറ്റി മിറേഴ്സ് ഒന്നും വന്നിട്ടില്ല. നേരെ കോ ഡ്രൈവർ സൈഡിൽ നോക്കുകയാണെങ്കിൽ വാനിറ്റി മിറർ വന്നിട്ടുണ്ട്. ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ റൂഫ് ലാംപ്സും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരെ പിൻഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് പിൻഭാഗത്ത് AC വിൻസ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ തണുക്കുന്ന AC ആണ്. ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് നേരം കൊണ്ട് തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ഇത് വന്നിട്ട് മാക്സിമം സ്പീഡ് ലിമിറ്റ് ടു 80 km/h. ഇതിന് സ്പീഡ് കോർണർ വരുന്നുണ്ട്. അതുകൊണ്ട് 80 km/h മാത്രമേ ഇത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് ഇൻബിൽറ്റ് ആയിട്ട് സ്പീഡ് കോർണർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും ഇവിടെയും സ്പീക്കർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയറിയിരിക്കുമ്പോൾ നോക്കാം. ഇതിപ്പോൾ സീറ്റ് പിന്നിലേക്കാണുള്ളത്. നമുക്കിത് പിന്നോട്ടേക്കാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയും പിന്നിലേക്കാക്കാം. ഇത്രയും പിന്നിലേക്കാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നിലെ ലെഗ് സ്പേസ് കുറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് ഞാൻ പിന്നിലേക്ക് കയറി കാണിക്കണം. ഇതിപ്പോൾ ഒരു ഈ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. ലെഗ് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് റൂം ഉണ്ട്. പിന്നെ AC വിൻസ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഓപ്ഷനാണ് AC വിൻസ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലേക്ക് പോകാനുള്ള വഴി ഇതാണ്. അത് ഞാൻ അപ്പുറത്തെ സൈഡ് വന്നിട്ട് കാണിച്ചു തരുന്നതായിരിക്കും നന്നാവുക. അതിന് മുന്നേ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. 2 ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആം റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആം റെസ്റ്റ് ഇത് കവർ പൊളിക്കുക, അതുകൊണ്ട് പുതിയ വണ്ടി ആയതുകൊണ്ട് കവർ പൊളിക്കില്ല. എന്നാലും കാണിച്ചു തരാം. ഈ രീതിയിൽ ആം റെസ്റ്റ് വന്നിട്ടുണ്ട്. കപ്പ് ഹോൾഡർ ഒന്നും വന്നില്ല, പക്ഷേ ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മടക്കി അതുപോലെ തന്നെ നോക്കാം. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ പോർഷനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ മധ്യഭാഗത്ത് ഇരിക്കുന്നവരുടെ സീറ്റ് ബെൽറ്റ് ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ഒരു പോർഷനിൽ മാത്രം കൊടുക്കുന്ന രീതിയിലാണ് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചാർജറും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ഇതിന് പിന്നിലൊന്നും ചെറിയ ചെറിയ പേപ്പർ കളക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഡോറിൻ്റെ ഭാഗത്തും ഒരു ബോട്ടിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരെ അപ്പുറം വന്നിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലേക്ക് കയറി കാണിച്ചു തരാം. ഏകദേശം ഞാൻ ഇത് കുറച്ചുകൂടി മുന്നോട്ടാക്കുന്നുണ്ട്. നോർമലായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. എന്നാലും നമുക്ക് പിന്നിലെ സ്പേസ് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഇരുന്നത് ഈ രീതിയിലാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ലെഗ് സ്പേസ് ഇത്ര ഉണ്ട്. കുറച്ചുകൂടി ആക്കട്ടെ അല്ലേ. ഈ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് പിൻഭാഗത്തെ സ്പേസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ നേരെ അപ്പുറത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി തേർഡ് റോയിലേക്ക് പോകാനാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ വരുന്നത്. ഇതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് മുന്നോട്ടേക്ക് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. നേരെ വാ, ഞാൻ കയറുന്ന കാണിച്ചു തരാം. അപ്പം അതിലേക്ക് കയറുവാണ്. പിൻഭാഗത്തേക്ക് കയറിയിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരുത്തം വരുന്നുണ്ട്. ചെറിയൊരു ലെഗ് സ്പേസ് വരുന്നുണ്ട്. പക്ഷേ ഇരുത്തം കുറച്ച് കുത്തനെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹെഡ് റൂമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെഡ് റൂമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഗ്ലാസ് ഏരിയ, പുറത്തേക്കുള്ള വിഷ്വലുകളൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് പേർക്കുള്ള സീറ്റ് ബെൽറ്റും ഇതിൻ്റെ പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീറ്റ് 60-40 ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം. അതുവഴി നമുക്ക് ഡിക്കി സ്പേസ് കൂട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ തേർഡ് റോയുടെ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് ഈ തേർഡ് റോ 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. പിന്നെ പെട്രോൾ വണ്ടിക്ക് വരുവാണെങ്കിൽ 250 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പക്ഷേ ഈ ഒരു CNG വരുമ്പോൾ ഈ ഒരു ടാങ്ക് വരുന്നതുകൊണ്ട് ബൂട്ട് സ്പേസ് പറയുന്നില്ല. പക്ഷേ അത്യാവശ്യം ബാഗൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് തേർഡ് റോ നിവർത്തി കിട്ടിയാലും ഒരു 2-3 ബാഗ് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം.
അപ്പോൾ ആ രീതിയിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സേഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 സ്റ്റാർ സേഫ്റ്റി വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ ABS വരുന്നുണ്ട്, ആൻറ്റി തെഫ്റ്റ് അലാം വരുന്നുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിങ്, പിന്നെ ഓട്ടോ സെൻസിങ് ഡോർ ലോക്സ്, സ്പീഡ് സെൻസിങ് ഡോർ ലോക്സ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. 2 എയർ ബാഗും വരുന്നുണ്ട്. ഇനി നേരത്തെ കാണിക്കാൻ വിട്ട ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ഫ്യൂൽ ലീഡിൻ്റെ വരുന്നത്, പെട്രോളിൻ്റെതും അതുപോലെ തന്നെ CNGൻ്റെയും ഇത് വരുന്നുണ്ട്. CNG വരുന്നത് 60 ലിറ്ററും അതുപോലെ തന്നെ പെട്രോൾ വരുന്നത് 45 ലിറ്ററുമാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടൂർ എമ്മിൻ്റെ വിശേഷങ്ങളുള്ളത്. ഇത് നമുക്ക് ഇന്ന് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മുട്ടിലുള്ള KVR കാർസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ ഓണർഷിപ്പിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവരെ വിളിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാൻ. ബൈ.